ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. അങ്ങനെ നമ്മുടെ കാര്യത്തെ കിളിക്കൂടിൽ മാട്രിമോണി സൈറ്റിൽ നിന്നും സുഭാഷ് ചേട്ടന് വീണ്ടും ഒരു പെണ്ണിനെ സെറ്റ് ആയിട്ടുണ്ട്. നിധിയാണെങ്കിൽ മാട്രിമോണി സൈറ്റിൽ നിന്നും ആ കുട്ടീനോട് ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൾ പറയാണ് നമുക്ക് കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ അതവർ സുഭാഷ് ചേട്ടനോട് പറയാണ്. അങ്ങനെ സുഭാഷ് ചേട്ടനോട് അവൾ പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ ആദ്യം ഷോക്കാവുന്നുണ്ട്. എന്ത് കോഫി ഷോപ്പിൽ വെച്ചിട്ടോ? അപ്പം സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ ഇപ്പം അങ്ങനെയൊക്കെ അല്ലേ, അതല്ലേ നല്ലത്. നമ്മൾ പിന്നെ വെറുതെ വീട്ടിൽ പോയിട്ട് കണ്ട് അതൊന്നും വേണ്ടല്ലോ. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ നോക്കാം, എന്നിട്ട് നമുക്കത് പ്രൊസീഡ് ചെയ്യാം, എങ്ങനെയുണ്ട്? അതല്ലേ നല്ലത്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, എന്തിനാ മക്കളെ ഇത്ര പെട്ടെന്ന് തന്നെ? ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് മതി, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ, സാവധാനം നോക്കാം. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതൊന്നും പറ്റൂല, സുനന്ദേച്ചിൻ്റെ കല്യാണത്തിന് മുന്നേ എന്തായാലും ഇവിടെ കല്യാണം നടക്കണം, ഇവിടുത്തെ പന്തൽ ഉയരണം. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തിനാടെ വെറുതെ, അതൊരു പാവം, അവൾ എവിടെയെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു കുഞ്ഞു സങ്കടം നിഴലിക്കുന്നുണ്ട് കേട്ടോ മുഖത്ത്. അപ്പം ബാക്കിയുള്ളവർക്കും സങ്കടമാവുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് നിധി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പോയി കാണാം, നാളെ വരുമെന്നാണ് അവർ പറഞ്ഞത്. ഞാനാണെങ്കിൽ തിരിച്ച് മെസ്സേജ് അയക്കുകയും ചെയ്തു, നമ്മളിനി തിരിച്ചയച്ചിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് വെച്ചിട്ട് അവർ പോയാലോ, അത് പേടിച്ചിട്ടാണ് ഞാൻ പിന്നെ പറഞ്ഞത്. സുഭാഷ് ചേട്ടന് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ നോക്കാം, കുഴപ്പമില്ല. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഞാൻ വരാം, നമുക്കത് നോക്കാം. അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷിന് കുറച്ച് ഹാപ്പി ആയിട്ട് സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും. അപ്പോൾ നികേഷ് വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ടോ, സുധീഷ് ചേട്ടൻ പോയി കഴിഞ്ഞാൽ സുധീഷ് ചേട്ടനാവും ഏറ്റവും കൂടുതൽ ആ കുട്ടീനോട് സംസാരിക്കുക, സുഭാഷ് ചേട്ടനൊരു ഗ്യാപ്പ് പോലും കിട്ടൂല. അപ്പം സുധീഷ് പറയുന്നത്, എന്താടാ ഞാൻ ഈ നാട്ടിൽ ഏതെങ്കിലും കുട്ടീനോട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഹരീഷ് അവിടെ നിന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അയ്യോ നാട് മുഴുവൻ കണ്ടിട്ടുണ്ട്, പിന്നെയാണ്. നിധീൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സുധീഷിനാക്ക് സങ്കടമാവുന്നുണ്ട്. അപ്പോൾ സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് അങ്ങനെ വെറുതെ ഓരോന്നും പറയല്ലടാ, എന്താ ഞാൻ അങ്ങനെ പഞ്ചാരയൊന്നുമല്ല. എന്നിട്ട് അവരെ നോക്കി പേടിപ്പിച്ചിട്ട് നിധിയോട് പറയുന്നുണ്ട്, നിധി അവർ വെറുതെ പറയും, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഞാനും കൂടെ വരാട്ടോ. അതിലെല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഹാവ് ഏടത്തുണ്ടാവുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ സുധീഷ് മെല്ലെ ഹരീഷിനോട് പറയാണ്, കണ്ടോ നിധി ഞാൻ വരുന്നതിന് അവൾക്ക് താല്പര്യമില്ലാത്ത രീതിക്ക് നിൽക്കുന്നത്, അതെന്താണെന്നറിയോ, അവൾക്ക് പോസിറ്റീവ്നെസ്സാണ് എന്നോട്, ഞാൻ ആ കുട്ടീനോട് മിണ്ടൂന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ ഹരീഷ്, ആണോ, അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് അത് ഉറക്കനെ വിളിച്ച് പറയണം. അതിൽ സുധീഷ് ആകെ ചമ്മി പോകുന്നുണ്ട്. കാരണം നിധി ഇത് കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരില്ലേ, കാരണം അവൾ മനസ്സാവാച്ച് വിചാരിക്കുന്ന കാര്യം വെറുതെ തള്ളി വിടുകയാണല്ലോ. ഹരീഷ് ഇത് പറഞ്ഞത് കേട്ടപ്പോൾ നിധി സുധീഷിനെ തുറച്ച് നോക്കിയിട്ട് പറയാണ്, സുഭാഷ് ഏട്ടാ നമുക്ക് 3 പേർക്കും പോവാം, അതായത് നികേഷിനും എനിക്കും സുഭാഷ് ഏട്ടനും, ഓക്കെ. അപ്പം സുധീഷ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഡ്രൈവറായിട്ടെങ്കിലും വരാം. എന്നിട്ട് സുഭാഷ് ഏട്ടനോട്, സുഭാഷ് ഏട്ടൻ ഒന്ന് പറയുന്നു മെല്ലെ പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ആ ഓക്കെ നമുക്ക് 4 പേർക്കും കൂടെ പോവാം. അങ്ങനെ അവർ രാവിലെ അവിടെ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് കേട്ടോ. അത് കണ്ടപ്പോൾ സുഭാഷ് ഏട്ടൻ ആകെ വേചാറാവുന്നുണ്ട്. കാരണം ഇത്തരം ഒരു റെസ്റ്റോറൻറ്റിലൊന്നും പോയിട്ടില്ലല്ലോ. സുഭാഷിനെ കൊണ്ട് ഇവർ പാൻറ്റാട്ടോ ഇടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സുഭാഷിന് തീരെ കംഫർട്ടബിൾ അല്ല അത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ അതൊക്കെ ഇട്ട് ശീലമാവേണ്ട, അതൊന്നും കുഴപ്പമില്ല, വാ ഇന്നലെ നമ്മൾ റിഹേഴ്സലൊക്കെ നടത്തിയല്ലേ, ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ കൂടെ എന്നൊക്കെ തള്ളി മറക്കുക കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ നമ്മൾ വീട്ടിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ടെൻഷനല്ലേ, അപ്പോൾ ഇവിടെ കുഴപ്പമുണ്ടാവില്ലല്ലോ, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, അപ്പം അവിടെ പോയി സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ചാൽ മതി, ഏട്ടൻ പേടിക്കണ്ട വാ എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്, സീറ്റിലൊക്കെ നോക്കിയിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ അവിടെ നിന്ന് മെനു നോക്കുകയാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾ വാങ്ങിക്കുന്നതിന് മതി, എന്തായാലും കുഴപ്പമില്ല എന്ന്. അങ്ങനെ അവരതൊക്കെ നോക്കുമ്പോൾ ചായേൻ്റെ വില 150 രൂപ. അപ്പോൾ അത് കണ്ടപ്പോൾ സുഭാഷ് നെട്ടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ചായയുടെ വില 150 രൂപയോ? അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇവിടേക്ക് എങ്ങനെയാണ് ഏട്ടാ? അപ്പോൾ നികേഷ് പറയാണ്, സുഭാഷ് ഏട്ടാ വെറുതെ വായും പൊളിച്ച് നാണക്കേട് ഉണ്ടാക്കല്ലേ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാട്ടോ. സുഭാഷിന് ടെൻഷനും ഉണ്ട്. അപ്പം സുധീഷ് പറയാണ്, ഒരു പെൺകുട്ടീനോട് സംസാരിക്കാനാണോ സുഭാഷ് ഏട്ടാ അത്ര ടെൻഷൻ? അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതല്ല വല്ല പരിപാടി ഉണ്ടാക്കാനാണ് പറയാന്നുണ്ടെങ്കിൽ നോക്കിയേ 100 നാവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുകയാണ്. അപ്പോഴേക്കും നിധീൻ്റെ ഫോണിലേക്ക് ആ കുട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആ കുട്ടി വരുമ്പോൾ കൂടെ ഒരു ചെക്കനും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അവരൊക്കെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ആരായിരിക്കും, ബ്രദറായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ അവരവിടേക്ക് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്താണ് പേരും കാര്യങ്ങളൊക്കെ. അങ്ങനെ നിധി പറയുന്നുണ്ട്, വെയിറ്ററോട് 2 കോഫി അത് ആ ടേബിളിലേക്ക് വെച്ചോളൂ എന്ന്. അപ്പോൾ സുധീഷിനത് മനസ്സിലായില്ല പെട്ടെന്ന്, പിന്നെയാണ് മനസ്സിലായത് കേട്ടോ, കാരണം അവർക്ക് സ്പേസ് കൊടുക്കാനാണെന്ന്. അങ്ങനെ അവൾ പറയാണ്, സുഭാഷ് ഏട്ടാ അങ്ങോട്ട് മാറിയിരുന്നോളൂ, ഐശ്വര്യ അങ്ങോട്ട് മാറിയിരുന്നോളൂ എന്ന് പറയുമ്പോഴേക്കും ഐശ്വര്യയുടെ കൂടെ വന്ന ചെക്കൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിൽ ഇവരൊക്കെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അല്ല നിങ്ങളിവിടെ ഇരുന്നോളൂ, അവർ സംസാരിക്കട്ടെ. അപ്പം ആ ചെറുപ്പക്കാരൻ പറയാണ്, ഞങ്ങൾ മാറി നിന്ന് അങ്ങനെ സംസാരിക്കാറില്ല, ഞാൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പം തന്നെ അവർക്കൊരു നെഗറ്റീവ് വന്നു. അങ്ങനെ അവർ മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാറിയിരുന്നപ്പോൾ തന്നെ സുഭാഷ് ഏട്ടനോട് അവർ ചോദിക്കുന്നത്, നിങ്ങളുടെ സാലറി എത്രയായിരിക്കും, ഒരു മന്തിൽ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഒരു 10-20,000 ഒക്കെ കിട്ടും.
നിങ്ങൾക്ക് ഡെയിലി ജോലി ഉണ്ടോ, അല്ലെങ്കിൽ ഡെയിലി എത്ര സാലറി? അപ്പോൾ പറയുന്നുണ്ട് ഡെയിലി അങ്ങനെ സാലറി പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ജോലി കൂലിപ്പണിയാണ്. അപ്പം ചില ദിവസം ഏറെ കിട്ടും, ചിലപ്പോൾ കുറവ് കിട്ടും. അപ്പോൾ അതുകൊണ്ടൊരു കറക്റ്റ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. ഇവരുടെ സംസാരമൊന്നും സുഭാഷിന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. ഇവരാണെങ്കിൽ രണ്ടുപേരും ഒട്ടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പുറത്ത് നമ്മുടെ മൂന്നാൾ അത് നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ബ്രദർ ആയിരിക്കുമോ? അപ്പോൾ നിധി പറയുന്നുണ്ട് ബ്രദർ ആ കുട്ടി പ്രൊഫൈലിൽ കൊടുത്തിട്ടില്ല, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ നോക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല, അവൾക്ക് 2 സിസ്റ്റേഴ്സാണുള്ളത്. പക്ഷെ ഇതാരായിരിക്കും? അങ്ങനെ അവരെ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. അപ്പം നികേഷ് പറയുന്നുണ്ട് ഇത് കണ്ടിട്ടൊരു ബ്രദർ പോലെ ഇല്ലല്ലോ, അവരുടെ ഇരുത്തൊക്കെ കണ്ടിട്ട്. അങ്ങനെ അവരാകെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇവരാണെങ്കിൽ സുഭാഷിനോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഫിലിമാണ് ഇഷ്ടം, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഞാനങ്ങനെ ഫിലിം കാണാറില്ല. അപ്പോഴേ അവർക്ക് ചടയ്ക്കുന്നുണ്ട്. പിന്നെ കോഫി വന്നു. അപ്പോൾ കോഫി കുടിക്കുമ്പം അവർ ഇന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പൊട്ടിച്ചൊഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പഞ്ചസാര അതൊക്കെ ഇടുകയാണ്. പക്ഷേ സുഭാഷിനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇവരതൊക്കെ നോട്ട് ചെയ്തിട്ട് കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. സുഭാഷിന് അരോചകരായിട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും അവിടെ ഇരുന്നു. അങ്ങനെ നിധിക്കും നികേഷിനും സുധീഷിനും കോഫി വന്നു. കിട്ടിയ ചാൻസ് മുതലാക്കാനായിട്ട് നമ്മുടെ സുധീഷ് ഓടിപ്പോയി ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കോഫി എടുക്കാൻ പോവാം. എന്നിട്ട് നിധിക്കായിട്ടുള്ള കോഫിയിൽ പാലൊഴിച്ചിട്ട് ഹാർട്ട് ഷേപ്പൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നിധിക്ക് ചിരി വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവളത് ഫുള്ള് കലക്കിയിട്ട് കുടിക്കുകയാണ്. അപ്പോൾ ചമ്മ മുഖത്തിലിരിക്കുക കേട്ടോ നമ്മുടെ സുധീഷ്. നികേഷ് ആണെങ്കിൽ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും സുഭാഷിൻ്റെയും ആ കുട്ടിയുടെ സംസാരം തുടരുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട് അല്ല ഇയാളാരാ നിൻ്റെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഇതെൻ്റെ ബെസ്റ്റി. അപ്പോൾ സുഭാഷിന് ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, കാരണം അതൊക്കെ ന്യൂജൻസിൻ്റെ കാര്യങ്ങളല്ലേ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഷോക്കായിട്ട് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റി. എന്നിട്ട് അവളെ കൂട്ടി പിടിക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇവരോട് യാത്രയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ തിരിച്ച് കാറിൽ വരുമ്പം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. സുഭാഷ് ഏട്ടനാണെങ്കിൽ എന്തോ ആലോചിച്ചിരിക്കുക. അപ്പം സുധീഷ് ചോദിക്കുന്നുണ്ട് ഏട്ടാ എങ്ങനെയുണ്ട്, കുട്ടീനെ ഇഷ്ടപ്പെട്ടോ, എന്താ ഏട്ടനൊന്നും മിണ്ടാത്തത്? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് എൻ്റെ ടേസ്റ്റിനൊത്ത കുട്ടിയല്ല എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു ടെൻഷൻ, ഇനിയിപ്പോൾ സുഭാഷ് ഏട്ടന് ഇഷ്ടമായോ ഒന്നും അറിയില്ലല്ലോ, ഇവർക്ക് ആർക്കും അത് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടാ ആ കുട്ടിയുടെ കൂടെ ഉള്ളത് ആരാ, ഏട്ടൻ ചോദിച്ചില്ലേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് പറഞ്ഞു, എന്തോ എന്നോട് പറഞ്ഞു, പക്ഷേ എനിക്കിതങ്ങോട്ട് പിടി കിട്ടുന്നില്ല. അപ്പം നികേഷ് പറയുന്നുണ്ട് ഫ്രണ്ട് എന്നാണോ അല്ലെങ്കിൽ ബ്രദറാ? അതൊന്നുമല്ല, വേറെ എന്തോ ആണ്. ആ ബെസ്റ്റി എന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവർ 3 പേര് ഒറ്റയടിക്ക് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ബെസ്റ്റിയോ അയ്യോ. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നത് എന്താടാ, അല്ല ഏട്ടാ ബെസ്റ്റിയോ? അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോക്കാവുകയാണ് കേട്ടോ. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്താണ് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ ബൈ, താങ്ക് യു.